ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രേസി വൈബ്സ് വിത്ത് സൂര്യ. ഇന്ന് നമ്മുടെ പൊന്നോണം മേക്കപ്പ് ലുക്ക് സീരീസിൻ്റെ സെക്കൻഡ് ലുക്കാണ്. ഇത് നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ ചിലപ്പം ഇഷ്ടപ്പെടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് പക്ക ഒരു ട്രഡീഷണൽ ലുക്കല്ല. ചിലരുണ്ടാവുമല്ലോ ട്രഡീഷണലായിട്ട് കംപ്ലീറ്റ് ഈ കുറിയും കുപ്പിവള അങ്ങനെയൊക്കെ ഉള്ളത് ഇടാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരും കാണും. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ട്രഡീഷണൽ വെയർ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് ഒരു ഫോട്ടോ എടുക്കാൻ ഓണത്തിന്. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഡ്രസ്സ് എങ്ങനെ നമുക്കൊന്ന് ഒരു ട്രഡീഷണൽ ലുക്കിലോട്ട് അതല്ലെങ്കിൽ ഒരു 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 പക്ക ഒരു ഫ്യൂഷൻ പോലെയൊക്കെ കൊണ്ടുവരാം, അങ്ങനെയുള്ളൊരു ലുക്കാണിത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ എൻ്റെ മുടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ടയേർഡായിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ക്ഷീണം ഉണ്ടായിരിക്കും മുഖത്ത്. എന്നാലും ഈ ഒരു മേക്കപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നോ ഫൗണ്ടേഷൻ, നോ എന്താ പറയുക ബ്ലഷ്, അതുപോലെ തന്നെ ഹൈലൈറ്റർ, കളർ കറക്റ്റർ ഒന്നുമില്ല. ഒരു ടാൽക്കൺ പൗഡർ, അതല്ലെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡർ, ഇത് മാത്രം യൂസ് ചെയ്യുക മുഖത്ത്. ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിനുശേഷം ലിപ്സ്റ്റിക്ക് ഇടുന്നു, കണ്ണെഴുതുന്നു, ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യുന്നു. ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ലുക്കിൽ നമുക്കൊരു ബോൾഡ് അല്ലെങ്കിൽ ഒരു ഷാർപ്പ് ലുക്ക് കൊണ്ടുവരാൻ പറ്റും. ഒത്തിരി അങ്ങ് നമ്മളെ ഒരു ട്രഡീഷണൽ ലുക്കിലോട്ട് കൊണ്ടുപോകത്തില്ല. എന്നാൽ ഒരു എന്താ പറയുക, ഒരു ഇച്ചിരി ഭംഗിയായിട്ടൊക്കെ ഓണത്തിനൊരു മെച്ചോർഡ് ലുക്ക്, ഒരു ഷാർപ്പ് ലുക്ക് കൊണ്ടുവരാൻ ഈ ഒരു സ്റ്റൈൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ എൻ്റെ കയ്യിലുള്ളൊരു ഡീപ്പ് വൈൻ ഷെയ്ഡിലുള്ളൊരു ബ്ലൗസാണ്. ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യുന്നത് ഒരു ഷിനോൺ പോലത്തെ ഒരു കൈൻഡ് ഓഫ് സാരിയാണ്. ഇതെൻ്റെ ചേച്ചിയുടെ റിസപ്ഷന് വേണ്ടിയിട്ട് അമ്മ സെലക്ട് ചെയ്തിട്ടുള്ളൊരു സാരി പീസാണ്. അപ്പോൾ അത് ഞാൻ ഇന്ന് ഈ ഓണം മേക്കപ്പ് ലുക്കിൻ്റെ കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യാൻ പോവാണ് ഡ്രസ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്തത് കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഫേസ് ഒന്ന് വേർപ്പൊക്കെ ഉള്ളതൊന്ന് തുടച്ച് മാറ്റി അതിനുശേഷം ഒന്ന് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഐബ്രോ മിനിമലായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുക. ഒത്തിരി ഡാർക്ക് ആക്കണ്ട, ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കറക്റ്റ് ചെയ്താൽ മതി. ഇനി നമ്മൾ കണ്ണിൻ്റെ മുകളിൽ കുറച്ചൊരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നതും പിന്നെ ഒരു ബേജ് ഷെയ്ഡിലും കൂടെ വരുന്ന ഐ ഷാഡോ പാലറ്റ് കളേഴ്സ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. കംപ്ലീറ്റ്, അതായത് ഒരു ലൈൻ ഇട്ടിട്ടോ അങ്ങനെയൊന്നുമല്ല, കംപ്ലീറ്റ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇതിനകത്ത് നമ്മൾ കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നില്ല, കൺസീലർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കൊരു സ്മോക്കി ഐ ആണ് കേട്ടോ, പുകഞ്ഞ കണ്ണുകൾ. അതായത് നമുക്ക് കാജൽ എഴുതി കഴിഞ്ഞിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുവാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കാജലും എടുക്കാം. ഞാനിപ്പം ഈ ഒരു കാജലൊക്കെ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വിരൽ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒന്ന് സ്മോക്ക് ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ബഡ്സ് എടുക്കുക, ഒരു ക്ലീൻ ബഡ്സിൻ്റെ അതിൻ്റെ ടിപ്പ് വെച്ചിട്ട് നിങ്ങൾ ആ കാജൽ എഴുതിയ സ്ഥലത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ വിരൽ വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലിലൂടെ നമ്മൾ ഐലൈനറോ അതല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. നന്നായിട്ട് ചെറിയതായിട്ട് ഒന്ന് ലൈൻ ചെയ്യുക, അപ്പം തന്നെ ബ്ലെൻഡ് ചെയ്യുക. നിങ്ങൾ മാറ്റ് ഫിനിഷുള്ള കാജലൊക്കെ വെച്ചിട്ട് എഴുതുന്നതെന്നുണ്ടെങ്കിൽ ബ്ലെൻഡ് ചെയ്യാൻ താമസിക്കില്ല കേട്ടോ, അത് അങ്ങനെ തന്നെ ഫിക്സ് ആയിപ്പോവും. അപ്പോൾ പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ഒരു പീച്ച് ഷെയ്ഡാണ് എടുത്ത് കണ്ണിൻ്റെ മുകളിൽ മിക്സ് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ചൊരു ബർഗണ്ടി ഷെയ്ഡും കൂടെ കോർണറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഷെയ്ഡ്സ് വെച്ചിട്ടാണ് ഈ കണ്ണിൻ്റെ മേൾവശം സെറ്റ് ചെയ്യുന്നത്. ഇത് മാത്രമേ ഇതിനകത്ത് കുറച്ച് ടഫായിട്ട് ചിലപ്പോൾ തോന്നത്തുള്ളൂ. ടഫ് മീൻസ് ഞാൻ ചെയ്യുന്നത് വെച്ചിട്ട് ചിലപ്പോൾ കാണുന്നവർക്ക് ടഫായിട്ട് തോന്നത്തുള്ളൂ. പിന്നെ ഇതിൽ നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒന്നും ആയിരിക്കത്തില്ല, നല്ല ഭംഗിയായിട്ടൊക്കെ അവർക്ക് ചെയ്യാൻ അറിയാം. അപ്പോൾ താഴത്തെ വാട്ടർ ലൈനിൻ്റെ അവിടെ മാത്രം നമ്മളൊരു തിക്കായിട്ടുള്ള ലൈൻ കൊടുക്കുക. ഫുള്ളായിട്ട് അത് നമ്മൾ അറ്റത്ത് വരെ മുട്ടിക്കേണ്ട ആവശ്യമില്ല കാജൽ ലുക്ക്. ആ കോർണർ മാത്രം എഴുതുക, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക, ഒന്ന് സ്മോക്ക് ഔട്ട് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. ഇനി മസ്കാര ഇടാം. മസ്കാര വേണമെന്ന് നിർബന്ധമില്ല, അതും ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ. ഞാനിവിടെ എൻ്റെ ബ്ലൗസിനും സാരിക്കും കൂടെ സ്യൂട്ട് ആവുന്ന രീതിയിൽ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു കൈൻഡ് ഓഫ് ലൈക്ക് ഒരു പീച്ച് അതല്ലെങ്കിൽ ഒരു റോസി ലിപ്പൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ഇതിട്ട് കഴിയുമ്പം. എൻ്റെ കുറച്ച് പിഗ്മെൻറ്റഡ് ലിപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാത്രമായിട്ട് ഇടാം, അല്ലെങ്കിൽ ലിപ്പ് ലൈൻ ചെയ്തിട്ട് ഇടാം. ഞാൻ ഏറ്റവും സിമ്പിൾ ആക്കുവാണ് ഈ ലുക്ക്, അതുകൊണ്ട് ഒത്തിരി ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് സാരി കൊടുത്തിട്ട് കാണാം. ഷാർപ്പ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചോക്കറും അതിൻ്റെ ഒരു കമ്മലുമാണ് പെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ബോൾഡ് ലുക്ക് കിട്ടും. ഫൈനൽ ലുക്ക് കണ്ടു നോക്ക്.
ഒത്തിരി മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക്, അതല്ലെങ്കിൽ ഒത്തിരി ട്രഡീഷണലിലോട്ട് പോകാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു ലുക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം. ഭയങ്കര സിമ്പിളാണ്. മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒരു ബൺ ഹെയർ സ്റ്റൈൽ കൊടുക്കുന്നു, കുറച്ച് മുല്ലപ്പൂ വെക്കുന്നു, ഇത്ര മാത്രമേ ഉള്ളൂ. ആൻഡ് ചന്ദനക്കുറിയോ അങ്ങനത്തെ ഒന്നുമില്ല. ഭയങ്കര മിനിമൽ ആൻഡ് സിമ്പിൾ, പക്ഷെ ഒരു യുണീക്ക് ലുക്കാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്ക്. ഇത് നിങ്ങൾക്ക് സെറ്റ് സാരി ഉടുത്തിട്ട് വേണമെങ്കിലും ട്രൈ ചെയ്യാം. അപ്പൊ നമുക്ക് തേർഡ് ലുക്കുമായിട്ട് വീണ്ടും വരാം. സോ ബൈ, താങ്ക്സ് ഫോർ